Today, today the class is about resume making. How to make a good resume or how to make a simple resume. എങ്ങനെ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു റെസ്യൂമെ ഉണ്ടാക്കാം. ഓക്കെ, ഇപ്പൊ റെസ്യൂമെ ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സ്കിൽസ്, സ്ട്രെങ്ത്, ഹോബീസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെക്കണം. നിങ്ങളുടെ സ്ട്രെങ്ത് എന്തൊക്കെയാണ്? ഫോർ എക്സാമ്പിൾ, ഡിസിഷൻ മേക്കിംഗ് എൻ്റെ സ്ട്രെങ്ത് ആണ്, തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ലീഡർഷിപ്പ് എൻ്റെ ഒരു സ്ട്രെങ്ത് ആണ്, ഈ പങ്ക്ച്വാലിറ്റി, ഹാർഡ് വർക്കിംഗ്, ഇങ്ങനെ നല്ല നല്ല നമ്മുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റീസ് ഉണ്ടാവുമല്ലോ. അത് നമുക്ക് ലൈഫിൽ എപ്പോഴും നമ്മുടെ സ്ട്രെങ്ത് ആയിട്ട് മാറുന്ന നമ്മുടെ ക്വാളിറ്റീസ്, അതാണ് നമ്മുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ട്രെങ്ത് നിങ്ങൾ കണ്ടെത്തണം. അതുപോലെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഹോബീസ്, നിങ്ങൾ ഒഴിവ് സമയങ്ങളിൽ എന്താണ് ചെയ്യുന്നത്? റീഡിങ്, റൈറ്റിംഗ്, വാച്ചിങ് മൂവീസ്, സിംഗിങ്, പ്ലേയിങ് ക്രിക്കറ്റ്, അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വരണം, അത് കണ്ടെത്തി രണ്ടു മൂന്നെണ്ണം വെക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്കിൽസ്, നിങ്ങൾക്കുള്ള നിങ്ങളുടെ സ്കിൽസ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അഗെയിൻ ലീഡർഷിപ്പ് ഇസ് എ സ്കിൽ, അല്ലെങ്കിൽ എന്താണ് മോട്ടിവേഷൻ ഇസ് എ സ്കിൽ, ലിസണിങ് അല്ലെങ്കിൽ സ്പീക്കിംഗ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അങ്ങനെയുള്ള ഓരോ സ്കിൽസ്. പിന്നെ അതല്ലാതെ തന്നെ ഹാർഡ് സ്കിൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ സ്കിൽസ്, ഇപ്പോൾ MS Excel, MS Office, അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ കമ്പ്യൂട്ടർ സ്കിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഹാർഡ് സ്കിൽസിൽ ഉൾപ്പെടുത്താം. ഇത്ര സാധനങ്ങൾ നേരത്തെ കണ്ടെത്തി വെച്ചിട്ട് വേണം റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഇരിക്കാൻ. എപ്പോഴും റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു സ്റ്റാൻഡേർഡ് ഫോണ്ടാണ് യൂസ് ചെയ്യേണ്ടത്. അത് ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടൈംസ് ന്യൂ റോമൻ ആണ് നമ്മൾ എപ്പോഴും പറയുന്നത്. ടൈംസ് ന്യൂ റോമൻ എപ്പോഴും ഫോളോ ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ ഹെഡിങ്സ് എല്ലാം 14 സൈസിലും ബാക്കി കണ്ടന്റ്സ് എല്ലാം 12 സൈസിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതുപോലെ ഏറ്റവും നല്ലൊരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു പുതിയ പാറ്റേൺ, ഒരു ടെംപ്ലേറ്റ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് വേണം റെസ്യൂമെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇനി റെസ്യൂമെ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ റെസ്യൂമെ ഉൾപ്പെടുത്തണം? ആദ്യമായിട്ട് നിങ്ങളുടെ പേര്, ഫുൾ നെയിം ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് യു ക്യാൻ ഫിക്സ് എ ഫോട്ടോ. നിങ്ങൾക്കൊരു ഫോട്ടോ വെക്കാം, പക്ഷെ ഫോട്ടോ എപ്പോഴും ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, അത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സ് ഒന്നും പാടില്ല. ബാക്ക്ഗ്രൗണ്ട് പിക്ചേഴ്സ് ഒന്നും ഇല്ലാത്ത നല്ലൊരു ഫോട്ടോ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. അത് ഒരു ചെറിയൊരു സൈസ്, നിങ്ങളുടെ മിനിമം നിങ്ങളുടെ ഫേസ് കാണാൻ പാകത്തിലുള്ള ഒരു ഫോട്ടോ, ചെറിയൊരു ഫോട്ടോ മതി. പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 സെക്ഷനായിട്ട് തിരിക്കാം, അല്ലെങ്കിൽ ഒറ്റ സെക്ഷനായിട്ട് ചെയ്യാം, അത് ആ ടെംപ്ലേറ്റ് അനുസരിച്ച്. ഇനി നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടാവുന്നതാണ് നിങ്ങളുടെ റെസ്യൂമെ. സോ എബൌട്ട് മീ കൊടുക്കാം നിങ്ങൾക്ക്. എബൌട്ട് മീയിൽ നിങ്ങളെക്കുറിച്ച് ഒരു 2 സെന്റൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൊക്കേഷൻ, ഫോൺ നമ്പർ, ഇമെയിൽ ID, ലിങ്ക്ഡിൻ, ഇൻസ്റ്റാഗ്രാം പേജ്, അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള ഡേറ്റ് ഓഫ് ബർത്ത്, നിങ്ങളുടെ സെക്സ്, നിങ്ങളുടെ അഡ്രസ്സ്, ഇതെല്ലാം നിങ്ങൾക്ക് അതിൽ വെക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് സ്കിൽസ് വെക്കാം. സ്കിൽസ് തന്നെ സോഫ്റ്റ് സ്കിൽസ് ഉണ്ട്, ഹാർഡ് സ്കിൽസ് ഉണ്ട്, വേറെ വേറെ എഴുതാം, ഇല്ലെങ്കിൽ ഒറ്റയടിക്ക് സ്കിൽസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ എല്ലാ സ്കിൽസും കൂടെ നിങ്ങൾക്ക് ചെയ്യാം. ദെൻ സ്ട്രെങ്ത്, ഒരു 3-4 സ്ട്രെങ്ത് നിങ്ങൾ റെസ്യൂമേൽ വെക്കുക. പിന്നെ ഹോബീസ് ഓർ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഹോബീസ്, ഇൻട്രസ്റ്റ് 2-3 വെക്കുക. ദെൻ അതർ സെക്ഷനിൽ, അപ്പുറത്തെ സെക്ഷനിൽ നിങ്ങളൊരു പ്രൊഫഷണൽ സമ്മറി, ലോജിസ്റ്റിക്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ലോജിസ്റ്റിക്സിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സമ്മറി, ഒരു 3-4-5 സെന്റൻസ് ഉള്ളത് നിങ്ങൾ വായിച്ച് നോക്കി, ഫ്രഷേഴ്സിന് പറ്റിയത്, ഫ്രഷേഴ്സ് ആണെങ്കിൽ ഫ്രഷേഴ്സിന് പറ്റിയ പ്രൊഫഷണൽ സമ്മറി, ഇല്ലെങ്കിൽ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സമ്മറി വായിച്ച് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നത് റെസ്യൂമേൽ ഫിക്സ് ചെയ്യാം. അതിനുശേഷം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മൾ റെസ്യൂമേൽ ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ലാസ്റ്റ് ചെയ്ത കോഴ്സ് വേണം ആദ്യം വെക്കാൻ. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്നത് PG ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ്, PG ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എവിടെ ചെയ്തു? ടാലന്റ് ഫ്ലൈ, കലൂർ, കൊച്ചി. കൗൺസിൽ, സ്റ്റേറ്റ് കൗൺസിൽ, യൂണിവേഴ്സിറ്റി, നിങ്ങളുടെ സ്റ്റേറ്റ് കൗൺസിൽ, ഏത് വർഷം? 2025. അതിന് മുന്നേ നിങ്ങൾ ചെയ്ത് ഡിഗ്രി, ഇപ്പോൾ BCom ആണെങ്കിൽ BCom ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഏത് കോളേജിന്റെ നെയിം, യൂണിവേഴ്സിറ്റിയുടെ നെയിം, ഇയർ. അതിന് മുന്നേ +2 ഇൻ കോമേഴ്സ്, +2 ഇൻ സയൻസ്, സ്കൂൾ നെയിം, ദെൻ SCRT, ഏത്, അല്ലെങ്കിൽ CBSE ആണെങ്കിൽ അത് ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇത് വർഷം. അതിന് മുന്നേ SSLC. ഓക്കെ, അപ്പോൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ്, കാരണം നിങ്ങൾ ഫ്രഷേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് വേറെ ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫുൾ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെക്കുന്നത് നല്ലതായിരിക്കും. കുറെ എക്സ്പീരിയൻസ് ഒക്കെ വന്നതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ലാസ്റ്റത്തെ 2 ഡിഗ്രീസ് വെച്ചാലും മതി, എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. പക്ഷെ അത് ഫ്രഷർ ആയതുകൊണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വെക്കാം.
പിന്നെ അത് ഈ പാറ്റേണിൽ തന്നെ പോകണം. ലാസ്റ്റ് ചെയ്ത കോഴ്സ് മുതൽ പിന്നീട് താഴോട്ട് അങ്ങോട്ട് പോവുക. അതിന്റെ വർഷങ്ങളും നിർബന്ധമായിട്ട് വെച്ചിരിക്കണം. അതിനുശേഷം നിങ്ങൾക്ക് എന്താണ് ലാംഗ്വേജ് നോൺ വെക്കാം. ഇംഗ്ലീഷ്, മലയാളം, ഏതാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷകൾ അത് വെക്കണം. ലാസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും അവാർഡ്സോ സർട്ടിഫിക്കറ്റ്സോ, ഇപ്പോൾ NCC, NSS ഇതിലൊക്കെ വോളണ്ടിയേഴ്സ് ആണ് നിങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് അവാർഡ്സ് എന്നുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് അതിന്റെ ഡീറ്റെയിൽസ് വെക്കാം. ഇല്ല നിങ്ങൾക്ക് ഇനി സെമിനാർസ്, വർക്ക്ഷോപ്സ് ഒക്കെ എന്തെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഹെഡിങ് കൊടുക്കാം, സെമിനാർസ് ആൻഡ് വർക്ക്ഷോപ്സ്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് അതിന്റെ സോഫ്റ്റ് കോപ്പി മെയിലൊക്കെ കിടപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പ്രൂഫായിട്ട് വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെയുണ്ടോ നിങ്ങളുടെ അച്ചീവ്മെന്റ്സ് കാണിക്കുന്നത് അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമേയിൽ നിങ്ങൾക്ക് വെക്കാവുന്നതാണ്. ആൻഡ് ലാസ്റ്റ് നിങ്ങൾ ഡിക്ലറേഷൻ കൊടുക്കണം. ഡിക്ലറേഷൻ അതായത് ദ അബവ് ഐ ഹിയർ ബൈ സ്റ്റേറ്റ് ദാറ്റ് ദി അബവ് ഡോക്യുമെന്റ്സ് ആർ ദ അബവ് ഡീറ്റെയിൽസ് ആർ ട്രൂ, എല്ലാം സത്യസന്ധമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒപ്പിട്ട് സൈൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒരു റെസ്യൂമേൽ ഇൻക്ലൂഡ് ആയിരിക്കണം നിർബന്ധമായിട്ട് ഒരു ഫ്രഷേഴ്സിന്റെ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നിങ്ങളോട് ഇൻട്രൊഡക്ഷൻ ചോദിക്കുന്നത്, മീൻസ് ഇന്റർവ്യൂവിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ ഇതിലുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും എല്ലാം ചോദിക്കും. വീക്ക്നെസ് നമ്മൾ ഒരിക്കലും റെസ്യൂമേൽ വെക്കുന്നില്ല, പക്ഷെ വീക്ക്നെസ് നിങ്ങൾ എന്തെങ്കിലും പറയണം. അത് ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഡു യു ഹാവ് എനി വീക്ക്നെസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എക്സാമ്പിൾ, യെസ് ഐ ഹാവ്, I am very emotional, but I am trying to control my emotions by doing some exercises or by seeing some motivational videos like that. അങ്ങനെ എല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് അതിന് ആ ക്വസ്റ്റിന് ആൻസർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റെസ്യൂമെ എല്ലാവരും ഒരു റെസ്യൂമെ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് റെസ്യൂം റൈറ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് കുറച്ച് നല്ല ലേറ്റസ്റ്റ് അപ്ഡേറ്റഡ് റെസ്യൂമേഴ്സിന്റെ ടെംപ്ലേറ്റ് എല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് അത് വെച്ച് ചെയ്യാവുന്നതാണ്. പക്ഷെ ഡീറ്റെയിൽസ് എപ്പോഴും വളരെ ട്രൂ ആയിട്ടുള്ളതായിരിക്കണം. അവിടെ നിന്ന് എടുത്ത് എഡിറ്റ് ചെയ്ത് കോപ്പി ചെയ്ത് വെക്കരുത്. നിങ്ങളുടെ റെസ്യൂമേലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാവുന്നതും നിങ്ങളുടേതായിട്ടുള്ളതുമായിരിക്കണം. അതിന്റെ ഡീറ്റെയിൽസും പ്രൂഫ്സും എല്ലാം കറക്റ്റ് ആയിരിക്കണം. ഓക്കെ, എങ്കിലാണ് അതൊരു ജെന്യൂൻ റെസ്യൂമെ ആയിട്ട് അവർ കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് റെസ്യൂമെ റൈറ്റിങ്ങിനെ കുറിച്ചിട്ടുള്ളത് പറയാനുള്ളത്. എല്ലാവരും ഈ ഡീറ്റെയിൽസ് വെച്ചിട്ട് റെസ്യൂമെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, താങ്ക് യു.